ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇന്നോവ ക്രിസ്റ്റ ആണോ അതോ ഫോർച്യൂണർ ആണോ ബെറ്റർ തേർഡ് റോയിൽ ഏറ്റവും കംഫർട്ട് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത് ഇതിൽ ഏത് വണ്ടിയാണെന്നാണ്. രണ്ടും ടൊയോട്ട ഫാമിലിയിൽ വരുന്ന വെഹിക്കിളാണ്. വെൽ ഓഫ് റോഡ് വെഹിക്കിളാണ്. ഒന്ന് കുറച്ച് കംഫർട്ട് ഫോക്കസ് ചെയ്യുന്നതാണ്. അപ്പൊ രണ്ടിൽ ഏറ്റവും ബെറ്റർ ഏതാ നോക്കാം. ഇപ്പൊ ഞാൻ സെക്കൻഡ് റോ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നെ പോലത്തെ ഒരാൾക്ക് 175 സെന്റിമീറ്റർ ഉണ്ട് ഹൈറ്റ് ആണ് വരുന്നത്. എന്നെ പോലത്തെ ഒരാൾക്ക് നോർമൽ ആയിട്ട് എങ്ങനെ യാത്ര ചെയ്യാം എന്നുള്ള രീതിക്കാണ് ഞാനിപ്പോ സെക്കൻഡ് റോ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു രീതിക്ക് തന്നെ നമ്മൾ തേർഡ് റോക്ക് ഒന്ന് കയറി പോയി നോക്കാം. സോ ഇതാണ് എൻ്റെ ഒരു പൊസിഷനും കാര്യങ്ങളും വരുന്നത്. തൈ സപ്പോർട്ട് കുഴപ്പമില്ല. ആൾമോസ്റ്റ് എന്താ പറയുക, നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ തോന്ന രീതിക്ക് ഇരിക്കാൻ പറ്റില്ല. ഒരു 10-20 കിലോമീറ്റർ ഒക്കെ മാക്സിമം നമുക്ക് ഇരിക്കാൻ പറ്റും. കുഴപ്പമില്ല. നമ്മൾ കാലിൻ്റെ കാഫ് കുറച്ച് അങ്ങോട്ട് ടച്ച് ചെയ്യുന്നുണ്ടെങ്കിലും കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല. ഇനി ഇതേ സെയിം സാധനം നമ്മൾ ഫോർച്യൂണറിൽ എങ്ങനെ ഉണ്ട് നോക്കാം. ഇത് 2015 മോഡൽ ഫോർച്യൂണർ ആണ്. ഇതിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, സെക്കൻഡ് റോ എനിക്ക് യാത്ര ചെയ്യാൻ കംഫർട്ടിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതേപോലെ നമുക്ക് തേർഡ് റോ എങ്ങനെ ഉണ്ട് നോക്കാം. അപ്പൊ എനിക്ക് ഇതിൽ വലിയ മാറ്റം കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല. ആൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഒരു ചെറിയ തോതിലുള്ള വ്യത്യാസം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാല് ചെറിയ രീതിക്ക് എന്താ അവിടെ തട്ടുന്നുണ്ട്. സെയിം സാധനം തന്നെയാണ് അത് ഫോർച്യൂണറിലും. പക്ഷെ കുറച്ചും കൂടെ ഒന്ന് വൈഡായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും തോന്നുന്നുണ്ട്. പക്ഷെ കുറച്ചും കൂടെ കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്നത് നമുക്ക് ക്രിസ്റ്റയാണ്. അപ്പൊ ഈ ഒരു രണ്ട് വെഹിക്കിളിൽ എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടായിട്ട് തോന്നിയത്, അതായത് രണ്ടിലും വലിയ മാറ്റമൊന്നുമില്ല. ക്രിസ്റ്റന്റെ കുറച്ച് തൈ സപ്പോർട്ടും കാര്യങ്ങളും കുറച്ച് കൂടുതലാണ്. ഫോർച്യൂണറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫോർച്യൂണറിന് കുറച്ചും കൂടെ വൈഡായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ രണ്ടും ആൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇനി നിങ്ങൾ തീരുമാനിക്കുന്നതിൽ ഏത് വണ്ടി വേണമെന്ന്.